ഓക്കെ, ഇതിനെതിരെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ പറയുന്നത് ഒരു പ്രശ്നമല്ലെന്ന്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ എനിക്ക് പേടിയാ, ഒരു മിനിറ്റ് ഫോൺ പിടിച്ചാരും രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ് അവർ മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. ദാസേട്ടനും ചേച്ചിയും പിന്നെ ദിവസം മുന്നേ നമ്മൾ ദാസേട്ടൻ കോഴിക്കോട് ഏട്ടനൊന്നും വേണ്ട, അയാൾ സ്വന്തമായിട്ട് പറഞ്ഞാണ് ഏട്ടൻ. അപ്പൊ ഇങ്ങനെ കേട്ടാണ് നമുക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞത്. ദാസൻ അത് മതി, കോഴിക്കോട് ദാസൻ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്ന കണ്ടിട്ടായിരുന്നു. ഈ ഫുൾ വൈറ്റ് വാഷ് ആണ്, നമുക്ക് ഊഹിക്കാവുള്ളൂ വൈറ്റ് വാഷ് ആണ്. അപ്പൊ രേണുസുതിയുമായിട്ട് കടന്ന് കെട്ടിമറിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ അന്നും പറഞ്ഞിരുന്നു സ്വന്തം വൈഫും കുട്ടികളും ഒന്നും വലിയതൊക്കെ കാണുന്നില്ല. എന്റെ അറിവിൽ അയാൾക്ക് 2 ആമക്കളും ഒരു പെൺകുഞ്ഞും ഉണ്ടെന്നാണ് അറിവ്. അപ്പൊ ഇവരൊന്നും കാണുന്നില്ലേ? അപ്പൊ നമ്മൾ ഷൂട്ടിംഗ് ചെയ്യുന്നതിനല്ല നമ്മൾ പറഞ്ഞു, ഷൂട്ടിംഗ് ചെയ്യുന്ന മുമ്പ് ഇയാളുടെ കൂടെ രേണുസുതി നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു അഴിഞ്ഞാട്ടം കോഞ്ഞാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയരുത്, കാരണം നമ്മൾ അതെടുത്ത് വെച്ച് 1 by 1 ആയിട്ട് റിയാക്ട് ചെയ്തതാണ്. അപ്പൊ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും രേണുസുതിയുടെ കുഴഞ്ഞാട്ടം 24 മണിക്കൂറും ദാസന്റെ തോളയിലും. ദാസൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആര് വന്നു? പിന്നെ വേറൊരുത്തം വന്നു അവന്റെ തോളയില്. പ്രജീഷ് വന്നു. പ്രജീഷിനെ ഇത്തവണ അധികം അലക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാണി ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് അക്ഷയ് എന്ന് പറഞ്ഞു ഒരുത്തം വന്നപ്പോഴത്തേക്ക് ദാസനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അക്ഷയുടെ മണ്ടയ്ക്കറ്റം പറഞ്ഞു. ഇവർക്ക് ഏതെങ്കിലും ഒരു ആണുങ്ങളുടെ മണ്ട കയറി ഇരിക്കാൻ പറ്റുള്ളൂ, അപ്പം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗൈസ്, ഇന്നും രേണുസുതി ദാസേട്ടൻ കോഴിക്കോട് സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് ഓഫ് പാർവതി 2.0 എന്നുള്ള വേറൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ന്യൂസ് കാര്യങ്ങൾ, പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വെക്കുക. അപ്പം എന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ രേണുസുതി ഇഷ്ടം അല്ല, രേണുസുതി കാണിക്കുന്ന പ്രവർത്തികളോട് ഞങ്ങൾ വിയോജിപ്പുണ്ട് ഉള്ളവർ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കൂടെ ശ്രമിക്കാം. നമുക്ക് എന്താണേലും ഈ ദാസന്റെ വീട്ടില് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ഒരു തവണ ഒരു 2 ആഴ്ചക്ക് മുന്നേ അതിലിനെ ഇദ്ദേഹം തെറി വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെല്ലാം എടുത്തിട്ട് വെച്ച് റിയാക്ട് ചെയ്തതാണ്. അന്ന് എന്റെ ഭാര്യ എന്റെ ഒപ്പം ഉണ്ട്, അതാണ് ഈ മാടയാണ് കോടയാന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു മെഴുകല് ഇന്റർവ്യൂ കൊടുത്തത് എന്നതിന്റെ പുറകെ നമുക്ക് പറയാനൊന്നുമില്ല. കുടുംബം കലങ്ങി, അത്രയും കുടുംബം കലക്കാണ് രേണു, അതിന് ഒരു സംശയമില്ല. കാരണം കൊല്ലം സുധിയുടെ കുടുംബം കലക്കി തന്നെയാണ് രേണു ഇതിനകത്തോട്ട് കയറി വന്നത്. അതായത് ഭാര്യ വീണ ഉള്ളപ്പോൾ തന്നെ കൊല്ലം സുധിയായിട്ട് അവിഹിതം പിടിച്ചാണ് ഇവള് കയറി വന്നത്. അവരുടെ കുടുംബം കലക്കിയിട്ടാണ് പുള്ളിക്കാരി ഇതിനകത്ത് കയറി ഗോൾ അടിച്ചത്. നമുക്കതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ കൂടുതൽ അതിനകത്തൊന്നും പോകുന്നൊന്നുമില്ല. ഇപ്പൊ എന്നാണെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ തുകയൊക്കെ കിട്ടാറായിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് രേണുസുതി വിവാഹിതരാകും. പിന്നെ രേണുസുതി വിവാഹിതരാകുമെന്ന് ചോദിച്ചാൽ മേ ബി ചിലപ്പോൾ ആവുമായിരിക്കും. പിന്നെ 2 രീതിയിൽ അവർ ചിന്തിച്ചേക്കാം. കാരണം അവരിപ്പോ അഴിഞ്ഞാടി നടക്കുകയാണ്, ശരിക്കും അഴിഞ്ഞാട്ടമാണ് രേണുസുതിയുടെ. അപ്പം ഇനി ഒരു വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു കുടുംബത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പം നടക്കൊന്നും പറ്റുന്നില്ല. ഒരു കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആകാനേ ചാൻസ് ഉള്ളൂ. വിവാഹം കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ അത്രയും അതമ്പതിച്ച് ആരെങ്കിലും വേണം. കുറെ അധികം വിവാഹാലോചന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. അറിയത്തില്ല ആരാണ് ഇതിന് മാത്രം ഗതികെട്ടവരാരാന്ന് അറിയത്തില്ല. അപ്പൊ എന്താണേലും ദാസന്റെ ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. 3-4 ആൾക്കാരെ വിളിച്ച് വൈറലാകാൻ വേണ്ടി ഏതൊരു പെണ്ണിനെ വിളിച്ചിട്ട് ദാസനെ കോഴിക്കോട് ചെയ്തെങ്കിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറ. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയാം, ആളെ പേരെന്ന് പറയില്ല. ഓൺലൈൻ മീഡിയാസിന് 5 ആളെ വിളിക്കും. എന്നിട്ട് ഏതെങ്കിലും നായികനെ വിളിച്ച് ചുറ്റി കളിക്കുക, എടുത്ത് പൊന്തിക്കുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓൺലൈൻ മീഡിയാസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പൊസിഷനിൽ ഇരിക്കുന്ന കാര്യം സമ്മതിച്ചു, അതിന് യാതൊരു മാറ്റമില്ല. ഞാൻ ഈ ആൽബം ഷോർട്ട് ഫിലിമും കൃത്യമായി ചെയ്യും. എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നിട്ട് തന്നെ ചെയ്യുന്നത്. എന്റെ അഗേൻസ്റ്റ് നിൽക്കുന്ന രേണുസുതി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിവാദമായത്, യാതൊരു സംശയമില്ല. ഇതിനെതിരെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ പറയുന്നത് ഒരു പ്രശ്നമല്ലെന്ന്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി ആയതുകൊണ്ടാണ് ഇത് കത്തിയത്, അതുകൊണ്ടാണ് രേണുസുതിയായിട്ട് അഭിനയിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സീൻ അഭിനയിച്ചതുകൊണ്ടല്ല, രേണുസുതി ആയതുകൊണ്ടാണ് കത്തിച്ചതെന്നാണ് പറയുന്നത്. അപ്പം എന്താണേലും ഇയാൾക്കറിയാം ഇത് കത്തുന്ന ഒരു സീനാണ്, അതാണ് ഇതാണ്. കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ആൽബം ഷൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ ഈ രേണുസുതിയുടെ കാര്യത്തിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും. നമ്മൾ കണ്ടിട്ടുള്ളത് അത് പല ഓൺലൈൻ മീഡിയാസ് വന്ന് ഷൂട്ട് ചെയ്തിട്ട് പുറത്തിടുന്നതാണ്. അപ്പൊ രേണുസുതി എവിടെ പോയാലും ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. കാരണം രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെ പോയാലും അന്നേരം എന്റെ സ്റ്റാറ്റസ് ഇടും. കാരണം ഈ ഓൺലൈൻ മീഡിയാസിന്റെ കയ്യിലെല്ലാം രേണുസുതിയുടെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പൊ അവള് സ്റ്റാറ്റസ് ഇടും. അവള് നോക്കുമ്പോൾ അവള് വിളിച്ച് പറഞ്ഞില്ല, ഞാൻ ഇന്നടത്തുണ്ടെന്ന് വിളിച്ച് പറഞ്ഞില്ല. പക്ഷേ സ്റ്റാറ്റസ് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം, രേണുസുതി എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു. അപ്പൊ അവള് നേരത്തെ സ്റ്റാറ്റസ് ഇടും, ഞാൻ ഇത്ര മണിക്ക് ഇവിടെയാണ്, ഞാൻ ഇത്ര മണിക്ക് അവിടെയാണ്, ഇവിടെയാണ്. ഈ സ്റ്റാറ്റസ് നോക്കിയിട്ട് കുറെ അവന്മാര് വന്നെടുക്കും, ഇതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം ഈ ദാസനാണെങ്കിലും പറഞ്ഞുകൂടെ, ഈ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞുകൂടെ, ഇങ്ങനത്തെ സീൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഇത് ഷൂട്ട് ചെയ്ത് ഔട്ട് പോകാൻ പാടില്ല, ഇത് ഡയറക്ടർക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. രേണുസുതി ഭയങ്കര നിങ്ങളുടെ അങ്ങനത്തെ സുഹൃത്താണല്ലോ. അപ്പൊ രേണുസുതിയോട് വേണമെങ്കിൽ പറയാലോ, ഇത് ശരിയായ കാര്യമല്ല, എനിക്ക് ഇതിനകത്ത് അൺകംഫർട്ടബിൾ ആണ്, ഇത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാലോ. അത് ചെയ്യില്ല. കാരണം നിങ്ങൾക്കും വേണ്ടത് റീച്ചും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്കും ഫേമസ് ആകണം എന്നുള്ള ഒരു ഇതോട് നിങ്ങളത് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളുമായിട്ട് വന്ന് മെഴുകുന്നത്. അപ്പം എന്താണെങ്കിലും അതിനെ പറഞ്ഞതൊന്നും നമ്മൾ ആരും മറന്നിട്ടൊന്നുമില്ല.
എന്റെ ഭാഗത്ത് ഞാൻ അഭിനയിച്ച കാര്യം കൃത്യമായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഈ രീതിയിൽ വിവാദമായി നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഈ ഒരു നെഗറ്റിവിറ്റി ഉള്ള രീതിയിൽ എന്നെ കാണുമ്പോൾ ഞാൻ അതൊരു തീർത്ത് ദുഃഖിതനാണ്. ദുഃഖിതനല്ല എന്ന് പറയുന്നത്, ദുഃഖിതനാണ്. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ അവിടെ കറക്റ്റ് കാര്യങ്ങളാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു വർഷത്തര മോശത്തര എന്റെ ഷൂട്ട് കഴിഞ്ഞു കട്ട് പറഞ്ഞ് ഞാൻ എന്റെ ഭാഗത്ത് വന്നിരുന്നു അല്ലെ. വേറെ ഏതെങ്കിലും അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഷൂട്ട് ചെയ്യുന്ന പോർഷൻസ് ഓൺലൈൻ മീഡിയാസ് പുറത്തുവിട്ടതല്ലാതെ ദാസരങ്ങൾ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും മോശത്തരം ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിവരം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ പുറത്ത് ഔട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ റീൽസിന്റെ കാര്യങ്ങൾ മാത്രമാണോ വന്നത്? അല്ലല്ലോ, നിങ്ങൾ കൊഞ്ചു കുഴയുന്നതും കാര്യങ്ങളും പരിപ്പോട തിന്നുന്നതും പഴംപൊരി തിന്നുന്നതും അവിടെ ഡബിൾ മീനിങ് പറയുന്നതും എന്തുമാത്രം കാര്യങ്ങൾ ഔട്ട് വന്നിരിക്കുന്നത്. ഈവൻ എന്താണ് ഡ്രസ്സിംഗ് റൂമിൽ പോലും ഉണ്ടായിരുന്നു ക്യാമറ കണ്ണുകൾ. അപ്പം അവിടെ ഒന്നും നിങ്ങൾ നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദാസൻ തന്നെ അവർക്ക് വൈബ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് നിങ്ങൾ എല്ലാവരെയും ഇവരെല്ലാം വിളിച്ചു വരുന്നതാണ് അല്ലെ. രേണുസുതി ആണെങ്കിലും ദാസ് ആണെങ്കിലും രേണുസുതിയുടെ കൂടെയാണ് ഇവരെല്ലാം പൂമ്പാറ്റയുടെ പൂക്കയുടെ പുറകെ പൂമ്പാറ്റ നടക്കുമ്പോൾ ഇവരിങ്ങനെ നടക്കുകയാണ്. അപ്പം ദാസന് നന്നായിട്ട് അറിയാം ഈ ഓൺലൈൻ മീഡിയക്കാർ കൂടെ നടക്കുന്നത് നല്ലതാണ്. ഈ രേണുസുതി ഫേമസ് ആവുന്നതോടൊപ്പം തന്നെ താനും ഫേമസ് ആവും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ എന്തോ ഒരു സംതിങ് കാര്യം കുടുംബത്തും നാട്ടിലും എല്ലാം ചർച്ചയായിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയ കത്തിച്ചിട്ടുണ്ട്. ഇത് മോശമായെന്ന് നമ്മൾ ഓരോരുത്തരും എടുത്ത് റിയാക്ട് ചെയ്താണ്. അയാൾക്കത് മനസ്സിലായിട്ടുണ്ട്. തനിക്കത് വേണ്ടുന്ന രീതിയിൽ ഗുണമുള്ള രീതിയിലല്ല, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റിയാണ് ഇതിൽ നിന്ന് പോയിരിക്കുന്നത്. നാളെ ഭാര്യയും മക്കൾക്കും പുറത്തിറങ്ങി നടക്കാനുള്ളതാണ്. അത് മാത്രമല്ല ഇത് റീൽസിന്റെ ഒന്നും ഒരു കാര്യങ്ങളല്ല വന്നിരിക്കുന്നത്. രേണുസുതിയെ എന്താണ് കയ്യാലെ ചാടുമ്പോൾ എടുത്ത് കയറ്റുമ്പോഴത്തേക്ക് രണ്ടും കൂടെ മറിഞ്ഞടിച്ച് വീഴുന്നത് ആ സീൻ കിട്ടുവാണെങ്കിൽ ഞാൻ പലതവണ റിയാക്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതൊന്നും എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഷൂട്ടിംഗ് ഒന്നുമല്ല, ഇത് ഷൂട്ടിംഗ് അല്ല, ഇത് നിങ്ങളുടെ കെട്ടിമറിച്ചിലാണ്. അതായത് ചുമ്മാ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മറ്റെടുത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിലുള്ള കെട്ടിമറിച്ചിലാണ് ഇവിടെ കണ്ടത്. അപ്പൊ നമ്മളത് ചോദിച്ചാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഭാര്യ എന്ന് പറഞ്ഞ ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പൊള്ളത്തില്ല എന്നാണ് നമ്മൾ ചോദിച്ചത്. ഏതൊരു ഭാര്യക്കാണെങ്കിൽ പൊള്ളു തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അല്ല നിങ്ങൾ ഷൂട്ടിങ്ങോ റീലോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ ദാസൻ പറയുന്നുണ്ട് ഈ ഒരു സംഭവം പർട്ടിക്കുലർ സംഭവം എന്താണ് ഡയറക്ടറുടെ അഭിപ്രായ പ്രകാരമാണ് നടത്തിയിരുന്നത്. അപ്പൊ അതിനൊരു കാര്യം ഞാൻ ഇവിടെ പൊളിച്ചെടുക്കി തരാം കേട്ടോ, വെയിറ്റ് ചെയ്യും. ഇതിനെതിരെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ പറയുന്നത് ഒരു പ്രശ്നമല്ലെന്ന്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ അത്രയ്ക്കും പച്ചയ്ക്ക് പറഞ്ഞിട്ട് വരെ വീഡിയോ ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് അത് വിവാദം അല്ലെന്ന് ദാസേട്ടൻ പറയുമ്പോൾ എനിക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ വിവാദം ഉണ്ടാക്കിയതുകൊണ്ടാണ് ദാസേട്ടൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. നെഗറ്റീവ് വിവാദങ്ങൾ കൂടി വന്നിട്ട് എന്നെ ഇപ്പം വലിയ എന്താ പറയാ വലിയ ആൾക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്താൽ ഏഷ്യാനെറ്റ് ഞാൻ പോകും. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് ഈ ഇന്റർവ്യൂവിനെ കാണുന്നത്. അല്ലാതെ വിവാദങ്ങളിൽ കോരിത്തെരിച്ചുകൊണ്ട് പ്രകമ്പനാന്ന് വലിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്റർവ്യൂ. എന്റെ ഭാഗങ്ങൾ കേൾക്കണം, എന്തുകൊണ്ട് ഇതായി മാറി എന്നുള്ള കേൾക്കണം. ഒന്ന് ഓൺലൈൻ മീഡിയാസ് അവിടെ വന്നത്, ബന്ധപ്പെട്ട ക്രൂസ് വിളിച്ചു വരുത്തി അവർ വന്നത് കൊണ്ടാണ് ഈ സംഗതി പുറത്തു വന്നത്. രണ്ടാമത് എന്റെ അഗേൻസ്റ്റ് നിൽക്കുന്ന രേണുസുതി എന്ന വൈറലായിട്ടുള്ള ആളാണ്. ഈ രണ്ട് കാരണം കൊണ്ടും വിവാദങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഈ വ്യക്തി രേണുസുതി എന്ന വ്യക്തിനെ കൊണ്ടുവന്നാണ് ഞാനാണ്. അപ്പം കറക്റ്റ് ചോദ്യമാണ് അവിടെ ആങ്കർ ചോദിച്ചത്. നമ്മൾ നിരക്ക് തന്നെ ഇത്ര നാളും ചോദിച്ചോണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ആക്ടർ അല്ലായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ വീഡിയോ വെക്കാം. അപ്പം ഈ കാണിച്ചത് നിങ്ങൾ അഭിനയിക്കുമല്ല. നിങ്ങൾ ഒരു നോർമലായിട്ട് നമ്മൾ ഒരു ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത്, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അവളും ദാസനും തമ്മിലുള്ള കെട്ടിമറിച്ചിലാണ് ഇവിടെ ഔട്ട് വന്നിട്ടുണ്ട്. പല തവണ ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും അതിന്റെ അപ്പുറത്തെ മീനിങ്ങും വെച്ചിട്ടുണ്ട്. രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോഴത്തേക്ക്, അതായത് ദാസന്റെ ഭാര്യ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു, അവർക്കൊരു പെൺകുഞ്ഞുണ്ടെന്ന് പറഞ്ഞു, അവർക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതെന്ന് വെച്ചാൽ സ്വാഭാവികം. ആൾക്കാർ ചോദിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കരുതേ. എന്തൊക്കെ അപ്പൊ നമുക്ക് ഇതിനേക്കാളും മോശമായിട്ടുള്ള ചിലപ്പോൾ രംഗങ്ങൾ കാണുമായിരിക്കും. അത് ചിലപ്പം കുടുംബത്തെ ഒത്തിട്ട് വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും ഇത്രയെങ്കിലും അവർ ചിലപ്പോൾ ഓൺലൈൻ മീഡിയക്കാർ ഇട്ടിരുന്നത്. കാരണം രേണുസുതിയുടെ ഒരു സ്വഭാവം വെച്ച് അവള് ആണുങ്ങളുടെ മേത്ത് കയറി അഴിഞ്ഞാടി നടക്കുന്നു. ഒരടക്കം ഒതുക്കൂല്ലാത്തൊരു പെണ്ണായിട്ടാണ് പേഴ്സണലി ഒറ്റ ഒരു നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. അവിടെ തോളക്കയറ്റം, ഈ ആണുങ്ങളുടെ കൂടെ ഉള്ള ഒരു തോളക്കയറ്റം അവർക്ക് അത് അത്യാവശ്യമാണ്, വേണ്ടുന്നതാണെന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഇതൊരിക്കലും നിങ്ങളുടെ റീലോ കാര്യങ്ങളോ ഷൂട്ടിങ്ങോ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനപ്പുറം നിങ്ങൾ ചുമ്മാ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന കുറെ അധികം തോന്നിവാസങ്ങളും കോപ്രായങ്ങളുമാണ് ഈ ഓൺലൈൻ മീഡിയയിലൂടെ നമ്മൾ കണ്ടത്. അപ്പൊ നന്നായി. എനിക്കാൽ ആ ഒരു ഈ ദാസന്റെ ഭാര്യ കുറ്റം പറഞ്ഞില്ലെങ്കിലും ഉള്ളൂ അതിശയം. അവർ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അത്രയും കൂടെ നല്ലത്. എന്താണെങ്കിലും വീട്ടിൽ പ്രശ്നമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പിന്നെ റീലും കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഡയറക്ടർ ലച്ചു പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ലച്ചുവിന്റെ അഭിപ്രായം നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ് അവർ മീഡിയ ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ വർക്ക് ചെയ്യാൻ വിളിച്ചെന്ന ബേസിൽ എനിക്ക് അവരെന്റെ അടിമയൊക്കെ നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പോയ സമയത്താണ് ആ വീഡിയോ എടുത്തത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ദാസൻ പറയുന്നത് ഡയറക്ടർമാര് ശ്രദ്ധിക്കണമായിരുന്നു. ഡയറക്ടർ അല്ല ലച്ചുവിന് തലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ലച്ചു തന്നെ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഭാഗമല്ല. ഇതെന്ന് പറഞ്ഞാല് ദാസനും രേണും അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവർ റീൽ ചെയ്താണെന്ന് ഇവിടെ ലച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇത് ആരെ വിളിപ്പിക്കാനാണ്? ഇതെന്തിനാണ്?
കുടുംബത്തെ ഇതാക്കാൻ വേണ്ടിട്ടോ, കുടുംബത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ടോ, ഇതൊന്നും ഒരു രക്ഷയില്ല. നിങ്ങൾ കാണിച്ച തോന്നിവാസമാണ്. ഒരു ഭാര്യയും കുട്ടികളും ഉണ്ടായിരിക്കെ ഈ സോഷ്യൽ മീഡിയ കണ്ടെന്ന് കാണിച്ച്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റത്തില്ല ഇവരെ കെട്ടിമറിച്ചത് കാരണം. അതുപോലത്തെ പരിപാടിയാണ് കാണിച്ചിരുന്നത്. അപ്പം ലച്ചു ഇതിനെ നിഷേധിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി എന്താണ് ദാസിന് പറയാനുള്ളത്? ഇത് ഈ വെളുപ്പിൽ ഇവിടെ നിൽക്കത്തില്ല. കാരണം നിങ്ങൾ രണ്ടും മുതലെടുത്തു, രണ്ട് കൂട്ടരും മുതലെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവങ്ങൾ നടന്നത്. ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഈ കള്ളത്തരങ്ങൾ, ഈ എന്തിനോ മറച്ചു വെക്കാനുള്ള കള്ളത്തരങ്ങൾ കണ്ടപ്പോഴത്തേക്ക് അതൊന്ന് പൊളിച്ചെടുക്കണമെന്ന് തോന്നി. അപ്പം രേണുസുധിയുടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്നാലും അവിടെ രണ്ടൊരു വീഡിയോ കൂടെ വെച്ചിട്ട് അവിടെ ഒരു വരണ തേടുവാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റോറി ഇട്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ മാനസികാവസ്ഥ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കൂടുതൽ തലച്ചോറ് പ്രവർത്തിക്കുന്നതാണ് പുരുഷന്മാരെക്കാളും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുവാണ്. അപ്പം നമുക്ക് ഒരുപാട് ചിന്തകളും എന്താ പറയുക, ഒരുപാട് ചിന്തകൾ കാണും. ആ ഒരു ചിന്തയിൽ ചിലപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നിക്കാണോ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻസ് എന്തായാലും സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാലോ, എവിടെ പോയാലും ഞാൻ സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്നതാണ്. സോ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടു. അത് എന്റെ ഇഷ്ടമല്ലേ, അന്നത്തെ ചിന്തയിൽ ഞാൻ ഇട്ട സ്റ്റോറിയാണ്. സുധിച്ചേട്ടൻ ഇങ്ങനെ അങ്ങ് മരിച്ചാൽ നന്നായി. ഞാൻ എന്റെ കൂട്ടുകാരോടും പറയും, സുധിച്ചേട്ടൻ ഇങ്ങനെ അങ്ങ് മരിച്ചാൽ നന്നായി. അല്ലെങ്കിൽ ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്തെങ്കിലും സുധിച്ചേട്ടൻ ഇവരെ പുറത്തിറക്കി അഭിനയിപ്പിച്ച് ഇങ്ങനെയൊക്കെ കാണേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അങ്ങനെ സത്യമാണ്, ആത്മഹത്യ ചെയ്ത് കളയാൻ തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ വിഷം എടുത്തടിക്കുമായിരുന്നു. അതുപോലത്തെ പരിപാടിയാണ് പെണ്ണുമ്പുള കാണിച്ചു വെക്കുന്നത്. ഇപ്പം ഇതൊക്കെ സുധിച്ചേട്ടൻ വെക്കാലും ഇവിടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വെക്കാൻ നന്നായി, മരിച്ച ആളെ ആക്ഷേപിക്കൊന്നുമല്ല. കാരണം അതുപോലത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ ജോലിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതല്ല രേണുസുധിക്ക് വന്ന ഓപ്പർച്യൂണിറ്റി. ഫ്ലവേഴ്സ്കാർ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്തോ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടുമായിരുന്നു, റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു, പൈസ കിട്ടുമായിരുന്നു, തർക്കമില്ലാത്ത. അപ്പം രേണുസുധിക്ക് ഇങ്ങനെ കുന്തളിച്ച് നടക്കണം. അതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. രേണുസുധിക്ക് ഒന്നല്ല 2-3 സ്റ്റാൻഡുകളുണ്ട്. ഇപ്പൊ പറഞ്ഞല്ല അപ്പം പറഞ്ഞു, അപ്പൊ പറഞ്ഞല്ല ഇപ്പൊ പറഞ്ഞു, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി പറയാൻ ഒരു മടിയുമില്ല. അപ്പം ഇവരിങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് തോന്നിയ വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ. പണ്ടൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ഷർണിക ബൈ.